അസ്സലാമലൈക്കും. അലി റളിയല്ലാഹു അൻഹുയുടെ ചരിത്രത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ പറയുന്നത്. പ്രസവിച്ച പത്നിയെ കഴിയാവുന്ന വിധത്തിലൊക്കെ അലി റളിയല്ലാഹു അൻഹു പരിചരിച്ചു. കടുത്ത ദാരിദ്ര്യം കാര്യമായിട്ടൊന്നും ചെയ്യാൻ അനുവദിച്ചതുമില്ല. ഹസൻ എന്ന കുട്ടിക്ക് 1 വയസ്സ് പ്രായമായപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ രണ്ടാമത്തെ പുത്രനെ പ്രസവിച്ചു. കുഞ്ഞിനെ ഹുസൈനുമെന്നും പേരിട്ടു. ഹസനും ഹുസൈനും ഈ സമൂഹത്തിന് ലഭിച്ച പ്രകാശദീപങ്ങളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കുഞ്ഞുങ്ങളെ അഗാധമായി സ്നേഹിച്ചു. അവരുടെ കളിയിലും ചിരിയിലും പങ്കുകൊണ്ടു. അവർ മുട്ടുകാലിൽ ഇഴഞ്ഞു നടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവരോടൊപ്പം മുട്ടുകാലിൽ നടന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിരസ് പിടിച്ച് താഴ്ത്തും. എന്നിട്ട് പിരടിയിൽ കയറിയിരിക്കും. ചിരിച്ച് രസിക്കും. അവരുടെ തമാശകളിൽ ചേരും, ആസ്വദിക്കും. നിസ്കാരം നിർവഹിക്കുമ്പോൾ കുട്ടികൾ അടുത്തു വരും. സുജൂദ് ചെയ്യുമ്പോൾ പിരടിയിൽ കയറിയിരിക്കും. അവർ താഴെ ഇറങ്ങുന്നതുവരെ ക്ഷമിക്കും. എന്നിട്ട് തല ഉയർത്തും. കുഞ്ഞുങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തെ പഠിപ്പിച്ചത് ഈ വിധത്തിലായിരുന്നു. അന്ത്യനാൾ വരെയുള്ള തലമുറകൾ അതറിയുന്ന അതിശയത്തോടെ അതിനെക്കുറിച്ചെല്ലാം സംസാരിക്കുന്നു. ഹസനും ഹുസൈനും അവരെക്കുറിച്ച് രേഖപ്പെടുത്തട്ടെ. അവരെ വാഴ്ത്തിക്കൊണ്ട് കവിതകളത്ര. അക്കാലത്ത് അറബി ഭാഷയിൽ അവരെ വാഴ്ത്തി. പിന്നീടുള്ള നൂറ്റാണ്ടുകളിൽ ഭാഷകളെല്ലാം അവർ വാഴ്ത്തപ്പെട്ടു. ഇനിയും അത് തുടരും അന്ത്യനാൾ വരെ. പരലോകത്ത് ചെന്നാലോ സ്വർഗത്തിലെ യുവാക്കളുടെ നേതാക്കളായിരിക്കും ഹസൻ റളിയല്ലാഹു അൻഹും ഹുസൈൻ റളിയല്ലാഹു അൻഹും. സ്വർഗത്തിലെ സ്ത്രീകളുടെ നേതാവാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനെ വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ്: സയ്യിദു ദുനിയ വ സയ്യിദുൽ ആഖിറ. ദുനിയാവിലെ നേതാവും പരലോകത്തെയും നേതാവും. നമ്മുടെ ആത്മാവിനോട് ഏറ്റവും അടുത്ത് നിൽക്കേണ്ട കുടുംബമാണവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ അലി റളിയല്ലാഹു അൻഹും ഹസൻ റളിയല്ലാഹു അൻഹു ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്നിവരടങ്ങിയ കുടുംബം. അലി റളിയല്ലാഹുവിൻ്റെ മഹത്വം വിവരിക്കാൻ ആർക്കാണ് കഴിയുക? മഹാപണ്ഡിതൻ, സർഗസിദ്ധിയുള്ള കവി, സാഹിത്യകാരൻ, നിരൂപകൻ, ന്യായാധിപൻ, ഉജ്ജ്വല വാഗ്മി, ചിന്തകൻ, ബുദ്ധിജീവി, ധീരയോദ്ധാവ്, ഭരണാധികാരി എന്നൊക്കെ വർണ്ണിക്കാം. ഇവയിലൊന്നും ഒതുങ്ങുന്നതല്ല ആ വ്യക്തിത്വം. ജാഹിലിയ്യ കാലം അത് കവിതയുടെയും പ്രസംഗത്തിൻ്റെയും കാലമായിരുന്നു. കുട്ടിക്കാലത്ത് തന്നെ അലി റളിയല്ലാഹു അൻഹു ആ കവിതകൾ കേൾക്കുകയും പഠിക്കുകയും ആസ്വദിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ധാരാളം കവിതകൾ രചിക്കുകയും ചെയ്തു. വീട്ടിൽ വെച്ച് ഭാര്യയും ഭർത്താവും കവിത കൊണ്ട് സംഭാഷണം നടത്തിയിരുന്നു. ജാഹിലിയ്യ കാലത്ത് പ്രസംഗ കലയും ഉന്നത നിലവാരം പ്രാപിച്ചിരുന്നു. ജ്വലിക്കുന്ന വാക്കുകൾ ചേർത്ത് വെച്ചുള്ള ആകർഷകമായ പ്രസംഗകലയ്ക്ക് വലിയ മതിപ്പുണ്ടായിരുന്നു. കാലം അക്കാലത്ത് ലക്ഷണമൊത്ത പ്രസംഗമാണ് അലി റളിയല്ലാഹു അൻഹു നടത്തിയത്. വിശുദ്ധ ഖുർആൻ വന്നതോടെ കവിതയ്ക്കു മങ്ങലേറ്റു. ശ്രദ്ധ മുഴുവൻ ഖുർആനിലേക്കായി. എന്നാൽ പ്രസംഗകല ഉജ്ജ്വലമായി തീർന്നു. ഖുർആൻ വിജ്ഞാനം പ്രസംഗകല സമ്പുഷ്ടമാക്കി. വഹി ഇറങ്ങുമ്പോൾ അത് രേഖപ്പെടുത്തുന്ന എഴുത്തുകാരിൽ പ്രമുഖനായിരുന്നു അലി റളിയല്ലാഹു അൻഹു. ഖുർആൻ വചനങ്ങളുടെ അഗാധതയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അലി റളിയല്ലാഹുവിന് കഴിഞ്ഞു. ഖുർആനിനെക്കുറിച്ച് എന്തും ചോദിച്ചുകൊള്ളൂ, ഞാൻ പറഞ്ഞു തരാം. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ വചനമാണിത്. അതുപോലെ പറയാൻ മറ്റാർക്ക് കഴിയും? അന മദീനത്തുൽ ഇൽവ അലിയുൻ ബാബുഹ. ഞാൻ വിജ്ഞാനത്തിൻ്റെ പട്ടണമാകുന്നു, അതിൻ്റെ വാതിൽ അലിയാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനമാണിത്. അപൂർവ വിജ്ഞാനത്തിൻ്റെ അനേക വാതിലുകൾ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മുമ്പിൽ തുറക്കപ്പെട്ടു കഴിഞ്ഞിരുന്നു. അപൂർവ വിജ്ഞാന ശാഖകൾ സ്വായത്തമാക്കിയതോടെ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രസംഗം അത്യുജ്വലമായി തീർന്നു. പ്രസംഗ വൈഭവത്തിൽ അലി റളിയല്ലാഹു അൻഹുവിനെ പിന്നിലാക്കാൻ ആരുമില്ല. മുൻകാലക്കാരില്ല, പിൻകാലക്കാരുമില്ല. ഭാഷാവിജ്ഞാനത്തിൽ 1ാം സ്ഥാനക്കാരനാണ്. ആളുകൾ ഭാഷ തെറ്റായി പ്രയോഗിച്ചാൽ ഇദ്ദേഹം ദുഃഖിതനാവുമായിരുന്നു. ഇസ്ലാം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പ്രചരിക്കുകയും പുതുതായി ധാരാളം ആളുകൾ അറബി ഭാഷ കൈകാര്യം ചെയ്യാൻ തുടങ്ങുകയും ചെയ്തപ്പോൾ വ്യാകരണം അനിവാര്യമായിരുന്നു. വ്യാകരണത്തിൻ്റെ ആദ്യ രൂപം ഉണ്ടാക്കിയെടുത്തത് അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു. നഹ്വ് എന്ന പ്രയോഗം തന്നെ അദ്ദേഹത്തിൻ്റേതാകുന്നു. ഭാഷയുടെ ആദ്യ പാഠമായി ഇസ്മ്, നാമം, ഫിഅ്ൽ, ക്രിയ, ഫർഹ്, അവ്യയം എന്നൊക്കെ പറഞ്ഞു വെച്ചത് അലി റളിയല്ലാഹു അൻഹു ആകുന്നു. കർമ്മശാസ്ത്രം ആ നാക്കിൻ തുമ്പിലുണ്ടായിരുന്നു.
കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട ഏത് ചോദ്യത്തിനും ഉടനെ ഉത്തരം കിട്ടും. നക്ഷത്രങ്ങളെക്കുറിച്ച് നന്നായി അറിയാം. ജ്യോതിശാസ്ത്രത്തിനപ്പുറത്തുള്ള വിജ്ഞാനം നേടിയിരുന്നു. അനന്തരാവകാശ നിയമങ്ങൾ ഞൊടിയിടയിൽ പറയുമായിരുന്നു. കുഴഞ്ഞു മറിഞ്ഞ പ്രശ്നങ്ങൾ വരുമ്പോൾ ആദ്യത്തെ 3 ഖലീഫന്മാരും അലി റളിയല്ലാഹു അൻഹുവിനെ ആശ്രയിച്ചിരുന്നു. ഏറ്റവും മികച്ച വിജ്ഞാനം തൗഹീദ് വിജ്ഞാനം. അതൊരു മഹാവിജ്ഞാനമാണ്. മഹ്റിഫത്ത് സമുദ്രം പോലെ വിശാലമാണത്. അതിൻ്റെ അധിപൻ അലി റളിയല്ലാഹു അൻഹു. ഔലിയാക്കൾക്കും ആരിഫീങ്ങൾക്കുമൊക്കെ അതിൽ നിന്ന് അല്പമൊക്കെ കിട്ടിയിട്ടുമുണ്ട്. സുൽത്താനുൽ ഔലിയ, ഔലിയാക്കന്മാരുടെ സുൽത്താൻ. ആരാണത്? കേൾക്കാൻ യോഗ്യരായവരോട് യോഗ്യരല്ലാത്തവരെ മികച്ച ശിക്ഷണത്തിലൂടെ യോഗ്യരാക്കിയെടുക്കുകയും ചെയ്തു. ഇന്നും ഖാദിരി ഷെയ്ഖുമാർ അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. അവരിലൂടെ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ അനുഗ്രഹം ലോകമെങ്ങും ഒഴുകിക്കൊണ്ടിരിക്കുന്നു. പരിശുദ്ധമായ ത്വരീഖത്തിൻ്റെ മാശായിഖന്മാരിലൂടെ അനുഗ്രഹം വരുന്നു. സാദാത്യങ്ങളിലൂടെയും വരുന്നു. സാദാത്യങ്ങൾ എന്നാൽ അഹ്ലുബൈത്ത്. അഹ്ലുബൈത്ത് 2 കൈവകളിലൂടെ വരുന്നു. ഹസനിയും ഹുസൈനിയും. ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പരമ്പര ഹസനി, ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ പരമ്പര ഹുസൈനി. അതായത് ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പരമ്പര ഹസനി, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പരമ്പരയാണ് ഹുസൈനി. ഉത്ബത്തും ഷൈബത്തും പോരാട്ടത്തിൽ വീരന്മാരാണ്. യുദ്ധത്തിലും കുതിരസവാരിയിലും അവരെ വെല്ലാൻ ആരുമില്ല. ഇതെല്ലാം നന്നായി അറിയാവുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ നേരിടാൻ ആരെയാണ് നിയോഗിച്ചത്? തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അടുത്ത ബന്ധുക്കളെ ഹംസ റളിയല്ലാഹു അൻഹുവും അലി റളിയല്ലാഹു അൻഹുവും ഉബൈദ് റളിയല്ലാഹു അൻഹുവും. ഉബൈദ് റളിയല്ലാഹു അൻഹു ഉൽബത്തിനെ വെല്ലുവിളിച്ചു. ഹംസ റളിയല്ലാഹു അൻഹു ഷൈബത്തിനെ വെല്ലുവിളിച്ചു. അലി റളിയല്ലാഹു അൻഹു വലീദിനെ വെല്ലുവിളിച്ചു. പടവാൾ ചുയറ്റിക്കൊണ്ട് 6 പേരും ചാടിയിറങ്ങി വന്നു. പൊരിഞ്ഞ യുദ്ധം തുടങ്ങി. അലി റളിയല്ലാഹു അൻഹു ഒറ്റ വെട്ടിന് വലീദിനെ വീഴ്ത്തിക്കളഞ്ഞു. മുശ്രിക്കുകളുടെ ആവേശമായിരുന്നു. വലീദ് വധിക്കപ്പെട്ടു. ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉഗ്രൻ ആക്രമണം തടുക്കാൻ ഷൈബത്തിന് കഴിഞ്ഞില്ല. ഷൈബത്തും വധിക്കപ്പെട്ടു. ഉത്ബത്തും ഉബൈദത്ത് റളിയല്ലാഹു അൻഹുവും പൊരിഞ്ഞ പോരാട്ടത്തിലാണ്. ഉബൈദത്ത് റളിയല്ലാഹു അൻഹുവിനും വെട്ടേറ്റു. ഹംസ റളിയല്ലാഹു അൻഹുവും അലി റളിയല്ലാഹു അൻഹുവും എന്നിവർ മിന്നൽ വേഗത്തിൽ ഉൽബത്തിൻ്റെ മേൽ ചാടി വീണു. അവൻ്റെ കഥ കഴിച്ചു. ഏറെ കഴിയും മുമ്പ് ഉബൈദത്ത് ഷഹീദായി. ദുൽഫുഖാർ. ചരിത്രത്തെ കിടിലം കൊള്ളിച്ച ദുൽഫുഖാർ. ബദർ യുദ്ധവേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി റളിയല്ലാഹു അൻഹു അവർക്ക് സമ്മാനിച്ച വാളാണ് ദുൽഫുഖാർ. ആ വാൾ കൊണ്ടാണ് അലി റളിയല്ലാഹു അൻഹു വീരേതിഹാസങ്ങൾ രചിച്ചത്. എത്രയെത്ര പോർക്കളങ്ങളെ ദുൽഫുഖാർ രോമാഞ്ചമണിയിച്ചു. അറബി മലയാളത്തിൽ രചിക്കപ്പെട്ട പടപ്പാട്ടുകളിൽ ദുൽഫുഖാർ മിന്നിത്തിളങ്ങി നിൽക്കുന്നു. ദുൽഫുഖാറിനെ വാഴ്ത്തുന്ന പരാമർശങ്ങൾ ലോകഭാഷകളിലെല്ലാം കാണാം. അലി റളിയല്ലാഹു അൻഹുവിന് ലഭിച്ച വിലമതിക്കാനാവാത്ത പാരിതോഷികമായിരുന്നു ആ വാൾ. ജീവനെ പോലെ ദുൽഫുഖാറിനെ സ്നേഹിച്ചു. ജീവിതാന്ത്യം വരെ കരുതലോടെ സൂക്ഷിച്ചു. അലി റളിയല്ലാഹു അൻഹു എവിടെയോ അവിടെ ദുൽഫുഖാറുമുണ്ട്. അവിടെ ദുൽഫുഖാറുണ്ടോ അവിടെ വിജയവുമുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ധീരനായ കുതിരയും ദുൽഫുഖാറും ചരിത്രത്തെ വിസ്മയം കൊള്ളിച്ചിട്ടുണ്ട്. ഒരു സദസ്സിൽ ദുൽഫുഖാർ എന്നും പറഞ്ഞാൽ മതി. അവിടെ ആവേശത്തിൻ്റെ അലകടൽ ഇരമ്പും. ധീരസാഹസികതയുടെ ആവേശകരമായ ഓർമ്മകൾ ഉണരും. നിർജീവമായ മനസ്സുകളെ സജീവമാക്കി തീർക്കും. മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ആകർഷകമായ സംസാരം. ഹമദാൻ ഗോത്രം അപ്പാടെ ഇസ്ലാം സ്വീകരിച്ചു. ഈ വാർത്ത അറിയിച്ചുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു ഒരു കത്തെഴുതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അയച്ചു കൊടുത്തു. കത്ത് വായിച്ചു കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷവാനായി നന്ദിയുടെ സുജൂദ് ചെയ്തു. സുജൂദിൽ നിന്ന് ശിരസ്സുയർത്തി 2 തവണ ഇങ്ങനെ പറഞ്ഞു: ഹമദാനികൾക്കു സമാധാനം, ഹമദാനികൾക്ക് സമാധാനം. ഹിജ്റ 9-ാം വർഷം ഹജ്ജ് നിർബന്ധമാക്കപ്പെട്ടു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം ആളുകളെ ഹജ്ജ് ചെയ്യാൻ വേണ്ടി മക്കയിലേക്ക് അയച്ചു. അവർ പോയ ശേഷം ചില ഖുർആൻ വചനങ്ങൾ അവതരിച്ചു. ആ വചനങ്ങൾ മക്കയിലുള്ളവരെ അറിയിക്കണം. അതിനുവേണ്ടി അലി റളിയല്ലാഹു അൻഹു അവർകളെ അയച്ചു. വഴിയിൽ വെച്ച് തന്നെ അവർ കണ്ടുമുട്ടി. പിന്നീട് മക്കയിലേക്ക് ഒന്നിച്ച് യാത്ര ചെയ്തു. മക്കക്കാരെ വിശുദ്ധ ഖുർആൻ വചനങ്ങൾ അലി റളിയല്ലാഹു അൻഹു ഓതി കേൾപ്പിച്ചു. എല്ലാവരും ഹജ്ജ് നിർവഹിച്ചു. വിടവാങ്ങൽ ഹജ്ജ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വത്തിൽ 1,00,000-ലേറെ മുസ്ലിങ്ങൾ മക്കയിലെത്തി. അലി റളിയല്ലാഹു അൻഹു കൂടെ തന്നെയുമുണ്ട്. ഓരോ കർമ്മവും നടക്കുമ്പോൾ തൊട്ടടുത്ത് തന്നെയുണ്ട്. അറഫായിൽ ഒന്നിച്ചുമുണ്ട്. ബലിദിനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
100 ഒട്ടകത്തെ അറുക്കാൻ നിശ്ചയിച്ചു. 63 ഒട്ടകങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അറുത്തു. ബാക്കിയുള്ളവയെ അലി റളിയല്ലാഹു അൻഹുവും അറുത്തു. മിനായിൽ രാപ്പാർത്തു. മക്കയിൽ തിരിച്ചെത്തി വിടവാങ്ങൽ തവാഫും നടത്തി. ജനങ്ങളോട് സ്വന്തം നാടുകളിലേക്ക് തിരിച്ചു പോകാനും കൽപ്പിച്ചു. എല്ലാവരും യാത്രയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മദീനക്കാരും പുറപ്പെട്ടു. ഗദീർ ഖുമ്മിലെത്തി തമ്പടിച്ചു. അവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗിച്ചു. പ്രസംഗത്തിൽ അലി റളിയല്ലാഹുവിൻ്റെ മഹത്വങ്ങൾ വിവരിച്ചു. ജനങ്ങൾ അതിശയത്തോടെ കേട്ടുകൊണ്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതും കൂടി പറഞ്ഞു: അലിയെ സഹായിക്കുന്നവരെ അള്ളാഹുവും സഹായിക്കും. അലിയോട് ശത്രുത കാണിക്കുന്നവരോട് അള്ളാഹുവും ശത്രുത പുലർത്തും. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ആത്മീയവും ഭൗതികവുമായ ഔന്നിത്യം മനസ്സിലാക്കാൻ പ്രേരണ നൽകുന്ന വചനം. ദുൽഹജ്ജ് മാസത്തിൽ തന്നെ അവർ മദീനയിലുമെത്തി. സ്വഹാബികളുടെ മനസ്സുകളിൽ ഒരു ദുഃഖചിന്തയുമുണ്ട്. വിടവാങ്ങൽ ഹജ്ജോടുകൂടി മതത്തിൻ്റെ പൂർത്തീകരണം നടന്നിരിക്കുന്നു. എല്ലാവരും അതിൽ ആഹ്ലാദിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദുഃഖിതനായി കാണപ്പെട്ടു. കാരണം തിരക്കിയപ്പോൾ കിട്ടിയ മറുപടി ഇതായിരുന്നു: മതത്തിൻ്റെ പൂർത്തീകരണം നടന്നാൽ പിന്നെ പ്രവാചകൻ്റെ ആവശ്യം കഴിഞ്ഞു. അവിടുത്തെ വിയോഗത്തിൻ്റെ സൂചനയാണിത്. അപ്പോഴാണ് എല്ലാവരും അതുവഴി ചിന്തിച്ചത്. ദുൽഹജ്ജ് അവസാനിച്ചു. പുതുവർഷം പിറന്നു. മുഹറം, സഫർ മാസങ്ങൾ മുമ്പിലുമുണ്ട്. പിന്നെ വരുന്നത് റബീഉൽ അവ്വൽ മാസം. റബീഉൽ അവ്വലിലാണ് വിയോഗം നടക്കുന്നത്. പനി വന്നു. പനി കൂടി ബോധക്ഷയം വന്നു. മസ്ജിദിലേക്ക് പോവാൻ പറ്റാതെയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചരിക്കാൻ അലി റളിയല്ലാഹു അൻഹുവും ഫാത്തിമ റളിയല്ലാഹു അൻഹയും കൂടെ തന്നെയുണ്ട്. ഉത്കണ്ഠ നിറഞ്ഞ മദീന നിസ്കാരത്തിന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും നേതൃത്വം നൽകുന്നു. എവിടെയും ദുഃഖം മാത്രം. ഫാത്തിമ റളിയല്ലാഹു അൻഹ ഉപ്പയുടെ അടുത്തിരിക്കുന്നു. കുടുംബാംഗങ്ങൾ നോക്കി നിൽക്കുന്നു. ഉപ്പ മകളുടെ ചെവിയിൽ സ്വകാര്യം പറഞ്ഞു. മകൾ കരയാൻ തുടങ്ങി. രണ്ടാമതും സ്വകാര്യം പറഞ്ഞു. അപ്പോൾ മകൾ ചിരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതെന്താണെന്ന് പിന്നീടാണ് വെളിപ്പെടുത്തിയത്. ഈ രോഗത്താൽ ഞാൻ രക്ഷപ്പെട്ടില്ലെന്നാണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ കരഞ്ഞു. ഞാൻ മരണപ്പെട്ട ശേഷം എൻ്റെ അടുത്ത് ആദ്യം എത്തിച്ചേരുന്ന കുടുംബാംഗം നീയായിരിക്കും. അത് പറഞ്ഞപ്പോൾ ചിരിച്ചു. നമസ്കാരം, സക്കാത്ത്, അടിമകളുടെ അവകാശങ്ങൾ നൽകൽ എന്നിവ കൃത്യമായി നടത്തണമെന്ന് വഫാത്തിന് തൊട്ടു മുമ്പ് വസിയത്ത് ചെയ്തതായി അലി റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചിട്ടുണ്ട്. അവസാനഘട്ടം സമാഗതമാവുകയാണ്. സുബ്ഹി നമസ്കാരം നടക്കുമ്പോൾ അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും ഫസ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ചുമലിൽ താങ്ങിക്കൊണ്ട് മസ്ജിദിൽ പോയി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വലതുവശത്തിരുന്നു കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ മുറിയിൽ വെച്ചാണ് വഫാത്തായത്. അലി റളിയല്ലാഹു അൻഹു, അബ്ബാസ് റളിയല്ലാഹു അൻഹുവും പുത്രർ ഫസൽ, ഉസാമ ബിൻ സെയ്ദ് എന്നിവർ ചേർന്നാണ് കുളിപ്പിച്ചത്. ഉസാമയും ശുക്രാനും വെള്ളം ഒഴിച്ചു കൊടുത്തു. അലി റളിയല്ലാഹു അൻഹുയുടെ ശരീരം കഴുകി. എന്തൊരു സുഗന്ധം! കുളിപ്പിച്ചു കൊണ്ടിരുന്ന അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു: ജീവിച്ചിരുന്നപ്പോഴും മരണശേഷവും അങ്ങയുടെ ശരീരത്തിന് എന്ത് നല്ല സുഗന്ധം! കുളിപ്പിക്കൽ കർമ്മം പൂർത്തിയായി. കഫൻ ചെയ്തു. കഫൻ ചെയ്യൽ കർമ്മത്തിൻ്റെ വിശദാംശങ്ങൾ ഗ്രന്ഥങ്ങളിലും വന്നിട്ടുണ്ട്. സന്ദർശകർക്ക് വേണ്ടി പള്ളിയുടെ ഭാഗത്തെ വാതിൽ തുറന്നു. അവസാനമായി ഒന്ന് നോക്കാൻ, ജനാസ നമസ്കാരം നിർവഹിക്കാൻ ആളുകളുടെ പ്രവാഹമായി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കാനും. താങ്ക് യു.